ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കളർ പേപ്പേഴ്സ് ആയിട്ടാണ്. ഞാനിവിടെ 7 ഡിഫറെൻറ്റ് സൈസിലുള്ള കളർ പേപ്പേഴ്സാണ് എടുത്തിട്ടുള്ളത്. എല്ലാ കളർ പേപ്പേഴ്സും ഞാൻ 10x10 ഇഞ്ച് സൈസിൽ സ്ക്വയറിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഓരോ കളേഴ്സും ഞാൻ 4 വീതം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതോടെ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കിയെടുക്കാം. അത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പേപ്പേഴ്സും ഒന്ന് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു വുഡിൻ്റെ ഒരു സ്റ്റിക്കാണ്. വുഡിൻ്റെ സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമുക്ക് പെന്നിൻ്റെ റീഫില്ലറൊക്കെ ഉപയോഗിച്ചിട്ട് റോൾ ചെയ്യാം. ഞാനിവിടെ എല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു ബേസ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 10x10 സൈസിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് വൈറ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് നീറ്റായിട്ട് എടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഉണ്ടാക്കിയ ബേസിലേക്ക് ആദ്യം റോൾ ചെയ്ത് വെച്ച ഓരോ കളർ പേപ്പേഴ്സും ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെയിം കളേഴ്സ് അടുത്തടുത്തായിട്ട് വരുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കുമ്പോൾ ആദ്യം നമ്മൾ നീളത്തിൽ 2 ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീതിയിൽ 2 ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഈ ഒട്ടിച്ച് കൊടുക്കുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഈ സെയിം സ്റ്റെപ്പ് തന്നെ നമ്മൾ ഈ 7 കളേഴ്സിലും ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം നീളത്തിൽ 2, പിന്നെ വീതിയിൽ 2. അങ്ങനെ എല്ലാതും ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കളേഴ്സും സൈസൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ അവരുടെ സ്റ്റഡി ടേബിളൊക്കെ ഉണ്ടാക്കി വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസ്ക് ഡെക്കോറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.